ഞാൻ ഇങ്ങനെ സംഭവം കാണുന്നത്. നീ എന്താ ചിരിക്കണത്? നിനക്ക് പേ ഇളകിയ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞ് വൈറലായിക്കൊണ്ടിരിക്കുന്ന അശ്വിൻ ഗോകുൽ. താനാരാ? ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. ഇവിടെ പക്ഷിയെയും പൂച്ചയും ഒന്നും കാണുന്നില്ല. എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണെന്ന്. നല്ല സിനിമ നല്ലതാണെന്ന് പറയണം. അശ്വിൻ ഗോകുൽ കാണിച്ച തെണ്ടിത്തരമാണ്. ഞാൻ സ്വല്പം ക്രൂരനാ. എനിക്കൊരൊറ്റ തീരുമാനമേ ഉള്ളൂ. കോക്ക് കാണിച്ച തെണ്ടിത്തരമാണ്. കോക്കെ മര്യാദക്ക് സിനിമ കാണണോ? നീ കണ്ടോ? സിനിമ കണ്ടോ? അശ്വിൻ കോക്കെ നല്ല സഭ്യമായ ഭാഷയിലൊക്കെ സംസാരിച്ചൂടെ നിനക്ക്? ഞാൻ അല്പം മോശം ഭാഷ സംസാരിക്കുന്നത് കേൾക്കാൻ സൗകര്യമില്ല. മലയാള സിനിമ നശിപ്പിക്കാൻ മാത്രം ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അശ്വിൻ ഗോകൊക്കെ. ഞാൻ മാത്രല്ല, ശംഖുമാമൻ അറിഞ്ഞു, പിന്നെ പലരും അറിഞ്ഞു വരുന്നു, അറിയാത്തവരൊക്കെ അറിയിച്ചോണ്ടിരിക്കുന്നു. അശ്വിൻ കോക്കെ താൻ മണ്ടറാണോ? മണ്ടാണ് അഭിനയിക്കുകയാണോ? നീ വന്നിരുന്ന അവിടെ ഇരുന്ന് പറയുമ്പോ ചിലവർ ആ സിനിമ അവോയ്ഡ് ചെയ്യും കാണാതിരിക്കുന്നവര്. ആര് പറഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. സംഭവം ശരിയാ. അത് നന്നായി. എന്നെ കൊലക്ക് കൊടുക്കാൻ തന്നെയാണോ നിന്റെ പുറപ്പാട്? അത് നശിപ്പിക്കാൻ ശ്രമിക്കുന്ന കോക്കെ നിന്നോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അത് ഭയങ്കര മറ്റൊരു തരാണ്. അശ്വിൻ കോക്ക് ഈ നെഗറ്റീവ് റിവ്യൂ നിർത്തണം. അതൊന്നും മോഹിച്ച് ഈ പണിക്ക് നിൽക്കേണ്ട, പറഞ്ഞേക്കാം. ജോലിയൊന്നും ഇല്ലെങ്കിൽ തെണ്ടിത്തിണി അന്തസ്സുണ്ട്. പറ്റുന്ന വർത്താനം പറയരുതേ, പറയിപ്പിക്കുകയാണല്ലോ. സിനിമ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, ആ സിനിമ കാണുന്നവരെ കൂടി ഇല്ലാണ്ടാക്കുന്ന രീതിയിലുള്ള സംസാരം മോശമാണത്. ഇനി നിന്നെ പറ്റി ഇങ്ങനെ വല്ലതും കേട്ടാൽ അടിച്ച് നിന്റെ കാലിന്റെ മുട്ടി ഞാൻ ഓടിക്കും. എങ്കിൽ അമ്മാവന്റെ മുട്ട് ഞാൻ ഓടിക്കും. തന്റെ ഈ അശ്വിൻ ഗോക്കിന്റെ റിവ്യൂ കാരണം ജനകൂടി പ്രേക്ഷകരാണ് സിനിമ കാണാണ്ടിരിക്കുന്നത്. അല്ല, എന്നൊരു ജനസംസാരം ഉണ്ട്. അതുകൊണ്ട് തന്നെ അശ്വിൻ ഗോക്കിന്റെ ഇങ്ങനത്തെ റിവ്യൂകളൊക്കെ അശ്വിൻ ഗോക്ക് അവസാനിപ്പിക്കണം. ആഗ്രഹം ഉണ്ടായിട്ടല്ല, ഇതിലും ചേർച്ചുള്ള വേറെ ഏത് തൊഴിലാ അത്ര പെട്ടെന്ന് കിട്ടുക. ഓക്കെ, താങ്ക് യു. അശ്വിൻ ഗോക്കിനെ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. എന്നോട് കളിച്ചാലോട്ടല്ലോ നിന്റെ ഈ കറുക്കലം പുറത്തെ മൂന്ന് ഞാൻ ഇടിച്ചൊടച്ചു കളയും. രാഘവേട്ട LIC എടുത്തുണ്ടോ? ഇല്ലെങ്കിൽ വേഗം എടുത്തോളൂ. അല്ല, ഇങ്ങനെയൊക്കെ പോവാണെങ്കിൽ തവണകൾ അധികം അടയ്ക്കേണ്ടി വരില്ല. പ്രഭാകരാ, പതുക്കെ. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.